രാജ്യത്ത് കഴിഞ്ഞ 1.5 മാസമായി നടന്നു വന്നിരുന്ന തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത്. അവിടെ ഒരു സംഘർഷം തുടങ്ങിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം എന്ന് തന്നെയാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിൽ ഫർഗാന സൗത്ത്, അതായത് 24 ഫർഗാന സൗത്ത്, ഇത് ഇത്തവണ അവിടെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് കഴിഞ്ഞ കുറേ കാലമായി സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നു. അതുപോലെ ഷാജഹാൻ ഷെയ്ഖ്, ഇവിടെയാണ് ED ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞത്. പിന്നീട് ഈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുകയും വെച്ചത്. വലിയൊരു ജനകീയ പ്രതിരോധം ഉയർത്തുന്നതിൽ BJP വളരെയധികം വിജയിച്ച ഒരു ജില്ല കൂടിയാണ് ഈ സൗത്ത് 24 ഫർഗാന എന്ന് പറയുന്നത്. 5 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളതാണ്. ഇവിടെ TMCയുടെ പിടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ സൗത്ത് 24 ഫർഗാനയിലെ 41 ബൂത്തുകളിലേക്ക് എത്തിയിരുന്ന വോട്ടർമാരെ തടഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഈ വോട്ടർമാരെ തടഞ്ഞതും ഒപ്പം തന്നെ BJPയുടെ ബൂത്ത് ഏജന്റുമാരെ ബൂത്തിൽ കയറാൻ അനുവദിച്ചില്ല എന്നും BJP ആരോപിക്കുന്നു. ഇതിനെ തുടർന്നൊരു വലിയ ജനക്കൂട്ടം ഈ ബൂത്തുകളിലേക്ക് ഇരച്ചു കയറുകയും EVM മിഷൻ എടുത്ത കുളത്തിൽ എറിയുകയും ആണ് ചെയ്തിരിക്കുന്നത്. ഈ കുളത്തിൽ എറിഞ്ഞ EVM മിഷൻ തകർത്തത് BJP ആണ് എന്ന് തൃണമൂൽ കോൺഗ്രസും ആരോപിക്കുന്നു. ഇരുവിഭാഗവും ആരോപിക്കുന്നുണ്ട്. ഏതായാലും BJP പറയുന്നത് ഈ വോട്ടർമാരെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളാണ് ഇരച്ചു കയറി, തങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത്. ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് തന്നെ നമുക്കറിയാം. ഈ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും അടക്കം ഈ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ഏതായാലും ബംഗാൾ ഇത്തവണയും അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.